പലർക്കും പുതിയ വീഡിയോയുടെ കൊണ്ട് സ്വാഗതം ഗൈസ്. ഇന്നത്തെ വീഡിയോയിൽ നമ്മളെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഹൊറർ മോഡ് പാർട്ട് 2 ആയിട്ട് കാണുന്നത്. ഇന്നത്തെ കളിയിൽ നമുക്ക് എന്തൊക്കെ ആവുന്നില്ലെന്ന് നമുക്ക് വീഡിയോയിൽ കണ്ടറിയാം. നമുക്ക് എന്തൊക്കെ പരിപാടികളുണ്ട്, കുറേ ഉണ്ട്. അപ്പം വീഡിയോ തുടങ്ങുന്നതിന് മുന്നേ നിങ്ങളെല്ലാവരും വീഡിയോക്ക് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. കഴിഞ്ഞ വീഡിയോക്ക് ഇപ്പോൾ കുറച്ച് 34 ആൾക്കാർ കണ്ടു, പക്ഷെ അധികം ആരും ലൈക്ക് ചെയ്തില്ല ഗൈസ്. വാട്ട് ഗൈസ്? അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ്. നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. കളിച്ചല്ലേ എന്ത് ചെയ്യുന്നൊന്നും അറിയില്ല ഗൈസ്. പക്ഷേ ഏതായാലും ഇതാകാൻ പറ്റില്ല. എന്ത് രാത്രി ഏതായാലും ഇറങ്ങാൻ പറ്റില്ല. രാത്രി ഇറങ്ങിയ കാരണം അത് രാത്രിയും പകലൊന്നുമില്ല കേട്ടോ. ഇത് രാത്രിയും പകലില്ലെന്ന് കാരണം വെച്ചാൽ അത് വന്നു കഴിഞ്ഞാൽ രാത്രി ആയാലും രാത്രി അല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. അതിന് അത് പേടിപ്പിക്കണ തീറ്റാനിന് അയങ്കോളം വന്ന് ചാടി വരും. എവിടുന്നൊക്കെ ചാടി വരുന്നത്? എല്ലാവരും ഇവിടെ നിന്ന് ചാടി വരുന്നു. ആദ്യം അയങ്കോളം ചെന്ന് ചാടി വന്നു, പോച്ച ചെന്ന് ചാടി വന്നു. അതെന്തേലും ആട്ടെ, നമുക്കിപ്പോൾ അതല്ലല്ലോ. പക്ഷേ രാത്രി ആവുന്നതിന് മുന്നേ വേഗം കടന്നിറങ്ങിയിട്ട് ഇവിടെ ഈ ഒരു വില്ലേജർ എന്താ കാട്ടണത്? പൊങ്ങത്തടി ഇല്ല. എന്നോട് ആരായി അതിലുള്ളിൽ കയറി കുത്തിറക്കാൻ പറഞ്ഞു. എന്നെ രക്ഷിക്കാൻ പറ്റുമോ നോക്കട്ടെ. ഓക്കെ, ഒന്ന് പൊങ്ങടാ കുഞ്ഞാപ്പി. അല്ല ചത്തീന്. അപ്പോൾ എന്നെ രക്ഷിക്കാൻ പോയി ഇഞ്ഞ വേണം പറയാൻ. പൊങ്ങൂല. ഓക്കെ, ഇപ്പം നമ്മൾ മുകൾക്ക് വരുവാന്നപ്പോൾ പൊങ്ങി കളിച്ച് അങ്ങോട്ട് ഇറങ്ങി പോകുമ്പോൾ അവിടെ തന്നെ നിൽക്കുക. കണ്ടോ, പറക്കാൻ നോക്കുമ്പോൾ അവിടെ തന്നെ നിൽക്കുക. ഇപ്പം ലൈഫിന് പെട്ടെന്ന് കുറയുന്നൊക്കെ നോ ഐഡിയ. ഇത് കറക്റ്റാക്കി പോക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ അവിടെ ബ്ലോക്ക് വെച്ചുതരാം. അല്ലാന്നുണ്ടെങ്കിൽ അവിടെ തന്നെ ഇത് നടക്കുന്നു തോന്നുന്നില്ല. അവിടെ തന്നെ ഉത്തരണോ ചോദിച്ച ഒരു ഐഡിയ ഇല്ല ഗൈസ്. എന്താ പരിപാടി തോന്നിക്കുന്നു. നമുക്ക് വാസ്തവത്തിൽ നമുക്ക് വുഡ് കളക്ട് ചെയ്യാം. വുഡ് കളക്ട് ചെയ്യാൻ കുറച്ച് സാധനങ്ങൾ നമ്മൾ കേട്ടോ. അയണുണ്ട്, ഇതുണ്ട്, സ്റ്റോണൊക്കെ ഉണ്ട്. നമുക്ക് സ്റ്റോൺ പിക്കാക്സ് കണ്ടൊക്കെ. വേറെ എന്ത് നമ്മളതിലില്ലല്ലോ. ഓക്കെ, മരങ്ങളൊക്കെ വെട്ടിയെടുക്കാൻ പോവാം. ഫസ്റ്റ് നമുക്ക് എൻജോയിൻ ടേബിൾ എടുത്തിട്ടുണ്ട്. സ്റ്റിക്ക് 2 ഉണ്ട്. അത് ഇവിടെ ഇങ്ങനെ വെച്ചിട്ട് സ്റ്റോൺ അവിടെ ഇങ്ങനെ നിരത്തി വെക്കുക. പിക്കാക്സായി. ഇരുപത് സ്റ്റിക്കും കിട്ടി. സ്റ്റോൺ നമുക്ക് ഇനി സോഡൊന്നും ഉണ്ടാക്കിയിട്ട് നമുക്ക് കാര്യമൊന്നുമില്ല. എന്നാലും അവിടെ ഉണ്ടാക്കിയൊക്കെ തന്നെയല്ലേ. ഇനി നമുക്ക് ഇത് നോക്കാം, എന്ത് സ്മെൽറ്റ് ചെയ്യാതെ സംഭവം ഉണ്ടാക്കാം.
കൂടി എത്തിയില്ല. ഓക്കെ, അതൊന്ന് സെറ്റ്. നമുക്ക് വുഡിൻ്റെ പിക്കാക്സ് ആയിട്ട് പൊട്ടിച്ചു. പിക്കാക്സ് ഇല്ല, കോടാല പിക്കാക്സ് എന്ത് ആവട്ടെ. കുഴപ്പമില്ല, ഏതായാലും സ്മെൽറ്റർ ഇവിടെ കാല അപ്പം ആരും കാണുന്നില്ല. ഒരു സ്റ്റാക്ക് വേണ്ട, നമുക്ക് 20 ഇത് എടുക്കാം. എന്നിട്ട് നമുക്ക് അയൺ സ്മെൽറ്റ് ചെയ്ത് വെക്കാം. അയൺ സ്മെൽറ്റ് ചെയ്തിട്ട് നമുക്ക് അയൺ ആർമർ തന്നെ വസ്തു തന്നെ തുടങ്ങൊക്കെ. മറ്റേ പശുവിൻ്റെ തൊലി വെച്ചാണ്ടില്ല ആർമറൊന്നും നമുക്ക് വേണ്ടപ്പോൾ. പിന്നെ കോപ്പറിൻ്റെ അയണും വേണ്ട, ആർമറും വേണ്ട. നേരിട്ട് അയണിൽ നിന്ന് തുടങ്ങാം. പിന്നെ ഗോൾഡൻ ആർമറും വേണ്ട, കാരണം അതിനതൊരു ഇതില്ല, ലൈഫില്ല. ഒരു 5-6 അടി ഇട്ടിയാൽ പിന്നെ നമ്മൾ ചത്ത്. ആർമർ ചിലപ്പോൾ 1-2 പൊട്ടും ചെയ്യും. പോവാണ്ട. ഏതായാലും അതവിടെ സ്മെൽറ്റ് ആവട്ടെ. നമുക്ക് സ്മെൽറ്റ് കഴിയുന്നതിന് മുന്നേ നമുക്ക് ഉൾട്ട് കളക്ട് ചെയ്യാൻ പോവാം. വിട്ട്. പക്ഷേ നമുക്ക് പതല്ല ഗൈസ്, നമുക്ക് ഈ ഒരു വില്ലേജ് വിട്ട് പോകണം. ഈ ഒരു വില്ലേജിനെ നമ്മൾ കഷ്ടപ്പെട്ടാണ് കണ്ടെത്തിയത്. ഈ വില്ലേജ് വിട്ട് പോകാന്ന് വെച്ചാൽ അത് നിസ്സാര പണിയില്ല. ഏതവായിട്ട് നമ്മൾ കടന്നുറങ്ങാൻ കുറച്ച് ലേറ്റ് ആയാൽ ആ ഒരു ക്രീച്ചർ വരും, നമ്മളെ കൊല്ലും, അത് പോകും. കുറച്ച് നഷ്ടമാണ്, പക്ഷേ ഇതൊക്കെ ചെയ്തല്ലേ പറ്റൂ. അത് ചെയ്യണോ ചെയ്യേണ്ടതെന്നില്ല, നിങ്ങൾ കമൻറ്റ് ചെയ്ത്. നമുക്ക് വേറെ വില്ലേജ് തപ്പി പോകണമല്ലോ എന്ന്. സ്മോൾക്ക് പോകണമില്ലല്ലോ. സ്മോൾക്ക് പോടാ, മേടിക്ക് പോ. ഓക്കെ, നമുക്ക് മുട്ടൊക്കെ കളക്ട് ചെയ്യാം. എന്തെങ്കിലുമൊക്കെ ആവശ്യം വരും, ആവശ്യം അതൊക്കെ ഇല്ല. ഇവിടെ എന്തോന്ന് കണ്ട മാതിരി തോന്നി. ഇതിലടിക്ക് പോയോ കൊണ്ട. ഞാൻ ചില വീഡിയോയിൽ ഇങ്ങനെ കണ്ടിരിക്കുന്നത് ഇതേമാതിരത്തെ കിണറും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിലടിക്ക് കുറച്ചൊക്കെ കുഴിച്ച് പോയാൽ ആ ഭാഗത്ത് എന്താ അയണോ ഡയമണ്ട് ബ്ലോക്കൊക്കെ അല്ലേ അതൊക്കെ കൊണ്ടുവന്ന് വെച്ചോണം. ചില വീഡിയോയിൽ കാണാം കേട്ടോ. ഇപ്പം നമ്മൾ ഈ സ്ഥലത്തുണ്ടാവില്ല എന്നൊന്നും അറിയില്ല. നൈറ്റ് ആവാനായി. എവിടെ നമ്മൾ കടക്കുന്ന സ്ഥലം ഇവിടെ അല്ലേ നല്ലതല്ലേ? തന്നെക്കരം തന്നെ ഇത് ഞാൻ അടച്ചോണ്ട് വേഗം കടന്നുറങ്ങട്ടെ, അല്ലെങ്കിൽ സീനാവും. ഓക്കെ, വെറുതെ അടികൊള്ളാൻ പോകുന്നു. ഓക്കെ, സെറ്റ്. അയ്യോ, എന്തായി? സ്മെൽറ്റായോ? ഇവിടെ 21 ഈ 6 ഇവിടെ തന്നെ നമുക്ക് 22 കൊണ്ട് എന്തൊക്കെ ഉണ്ടാക്കാൻ പറ്റും? ഹെൽമെറ്റ്, ജസ്റ്റ് പ്ലേറ്റ്, പോട്ട്. ഇനി ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി കഴിയണം. എത്ര സ്മെൽറ്റായി? 9 ആയില്ലേ?
9 കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുമോ നോക്കട്ടെ. പറ്റുന്നു. യെസ് പറ്റും. ഓക്കെ, അത് ഓക്കെ ആയി. നമുക്ക് നേരെ നമ്മൾ മേത്തിട്ടാൽ മതി. നമ്മളെ ബോഡി ഇവിടെ, നമ്മളെ ബോഡി ഒന്നും കാണാനില്ല. ഇന്നത്തെ തന്നെ പോണ കുഞ്ഞ്. ഓക്കെ, ഫുൾ അയൺ ആർമറായി. കേട്ടോ, ഫുൾ അയൺ ആർമറായില്ലേ. നമുക്കൊരു ഷീൽഡും ഉണ്ടാക്കണം. അതിന് ഇപ്പം ഇതിൽ നിന്ന് ഇതാക്കണമെന്നില്ല, ഒരു അയൺ മതിയില്ലേ. വുഡ് ഇതാക്കിയിട്ട് ഇതിവിടെയും വെച്ച് ഇവിടെ വെച്ചാൽ ഷെയ്ഡിലായില്ലേ. ഓക്കെ, അതും സെറ്റ്. സെറ്റാന്ന് തോന്നുന്നില്ല, അങ്ങനത്തെ സെറ്റാകാം. ഓക്കെ, അതും സെറ്റായി. ഇനി ടൂൾസ് അയണാക്കണോ? അതുകൊണ്ട് നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ടാക്കാം. ഇതിപ്പോൾ ഇനി ബാക്കിയോടെ സ്മെൽറ്റായി കൊണ്ടിരിക്കട്ടെ. ഇതിലൂടെ കിടക്കട്ടെ. ഇതിലൂടെ കിടക്കില്ല, പോട്ടെ. നമുക്ക് ഭാവിയിൽ നമുക്ക് അയൺ ഫാമൊക്കെ ഉണ്ടാക്കാം. ഈ അയൻകുളത്തിനെ കൊന്നാണ്ടില്ല പണി നമുക്ക് വേണ്ട. ഷീട്ടുണ്ട്, അതുണ്ട് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. എന്താ ചിലപ്പോൾ പണി കിട്ടും. ഇനിയിപ്പോൾ നമുക്ക് നമുക്ക് ഫുഡ് കളക്ട് ചെയ്യാനല്ലേ പോയിന്. ഫുഡ് കളക്ട് ചെയ്ത് വരാം നമുക്ക്. ഏത് ഭാഗത്ത് പോവും? ഏത് ഭാഗത്ത് നിന്ന് നമ്മൾ വന്നാവല്ലേ. കാരണം ആ ഭാഗത്ത് പോയിട്ട് കാര്യമില്ല. നമ്മൾ വേറെ സൈഡിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഫുഡും കളക്ട് ചെയ്യാം. വേറെ വില്ലേജ് ഉണ്ടെന്നുണ്ടെങ്കിൽ വേറെ വില്ലേജും കണ്ടെത്താം. അതേ ക്ലോസ് ചെയ്യാം. ചിലപ്പോൾ രാത്രിട്ടാകുമ്പോൾ വല്ല ക്രീപ്പറോ വേറെ ആരെങ്കിലും അതിൻ്റെ ഉള്ളിൽ പോയാലോ. സോംബി കാര്യങ്ങളൊക്കെ പോയിട്ടുള്ള വീട്ടിലേക്ക്. ബെഡ് എടുക്കണോ? ബെഡ് കാര്യത്തിന് നമുക്ക് വില്ലേജർ ആദ്യത്തേലൊക്കെ എടുത്തോണ്ട് പോവാം. നമ്മളെ വീട്ടാടുന്നോട്ടെ. കടക്കാണെന്ന് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ തന്നെ പോയി കടക്കാം. എവിടെ നമുക്ക് പണി സ്ഥലത്ത് പോയിട്ടുണ്ട്. അല്ലാത്തടത്ത് നമുക്ക് എന്ത് ചെയ്യാം, വേഗം വുഡ് കളക്ട് ചെയ്താണ്ട് നമുക്ക് നേരെ അങ്ങോട്ട് പോരാം. നമുക്ക് നേരെ പോവാം. പക്ഷേ ഏത് ഭാഗത്തോട്ട് കയറും? കയറാൻ സ്ഥലമൊന്നുമില്ലടേ. കയറാൻ നമുക്ക് ഓരോ ബ്ലോക്ക് പൊട്ടിച്ചാണ്ട് പോവാം. അതിന് പിന്നെ നമുക്ക് ഇവിടുത്തെ വുഡൊക്കെ എടുക്കാം. ഒന്ന് കയറി നിൽക്കാണ്ട് സെറ്റ്. നമുക്ക് ഇന്ന മരം വേണമെന്നൊന്നുമില്ല, നമുക്ക് എല്ലാ മരം എടുത്ത് പൊട്ടിച്ച. ഇന്നത്തെ മരം തന്നെയല്ലേ ഇട്ടല്ലത്? അല്ലത് ഏകദേശം ഒരേ മാതിരി കളറായിട്ട് ആയിട്ട് പെട്ടെന്ന് ഇതായി വെച്ചത്. ഓക്കെ, അത് കളക്ട് ചെയ്ത് കഴിഞ്ഞ് നമുക്ക് അവസ്ഥയത്ത് പോവാം.
കുറച്ച് വർത്തമാനം പറയാൻ കുറച്ച് ഇതുണ്ട്, ഒരു കുഴപ്പം ക്ഷീണമുണ്ട് ഗൈസ്. എന്താണെന്ന് വെച്ചാൽ ഞാനിപ്പോൾ കുറച്ച് മുന്നേ പുറത്ത് പോയാണ് ഇപ്പോൾ വരുന്നുള്ളൂ. ഞാൻ കയറി വന്നപ്പോൾ തന്നെ ഞാൻ നേരെ വീഡിയോ എടുക്കാൻ നോക്കിയേന്. ഏറ്റവും ചെറിയൊരു ഇതുപോലെ കളക്ട് ചെയ്യാം. രാത്രിയാവുന്നതിന് മുന്നേ കളക്ട് ചെയ്തോണ്ട് ഈ ഒരു പിക്കാക്സ് പൊട്ടുന്നവരെ നമുക്ക് കളക്ട് ചെയ്യാം. പിക്കാക്സ് കൊടാല് എന്തേലോട്ടെ. നമുക്ക് പറഞ്ഞു ഇന്ന മരമൊന്നുമില്ല, എല്ലാ മരത്തോടെ വെട്ടിയെടുക്കാം. ഈ നേരത്തെ സോമ്പുകളൊക്കെ ഇറങ്ങണം, പക്ഷേ ഒന്നിൻ്റെ കാര്യമില്ല, അവിടെ ഇങ്ങനെ കത്തിക്കൊണ്ടിരിക്കട്ടെ. പക്ഷേ വല്ല കേട്ടുള്ളൂന്നേ, അല്ല ആ ക്രീച്ചർ കയറി വരുമെന്ന് വെച്ചാൽ പേടി. അതാണ് പേടി ഗൈസ്. അതല്ല ക്രീച്ചറൊക്കെ ഇറങ്ങി വന്നാൽ മണ്ടാൻ പോലും സാരമില്ല. മണ്ടാകുമ്പോൾ സാരമുണ്ടായിട്ടും കാര്യമില്ല, കാരണം അതിന് ഭയങ്കര സ്പീഡാണ്. വെരി ഫാസ്റ്റ് മെയിൻ. നമുക്ക് എന്നിട്ട് അതിന് പേടിച്ചാണ്. ഇപ്പോൾ നമുക്ക് പോവുകയാണെങ്കിൽ തന്നെ നേരെ ഇവിടുന്ന് ചിലപ്പോൾ തെന്നിയാണ്ട് ചിലപ്പോൾ നമ്മൾ നേരെ താഴത്തേക്ക് പോവും, അത് മയ്യത്താവും. അതുകൊണ്ട് നൈറ്റ് ആകുമ്പോൾ നമുക്ക് നമ്മളെ വില്ലേജിൽ നിന്ന് എടുത്ത ബെഡില്ലേ, അവിടുത്താണ് കടന്നുറങ്ങാം നമുക്ക് തൽക്കാലത്തിന്. പിന്നെ ഈ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് നേരെ നമ്മൾ കീഴടക്കിയ പെരയിൽ കയറി കടന്നുറങ്ങും. നൈറ്റ് ആവുന്നുണ്ടോ എന്നൊരു സംശയം. ഞാനേ ഇതൊന്ന് ഫുഡൊന്ന് കളക്ട് ചെയ്തിട്ട് ഞാൻ ഇപ്പോൾ വരട്ടെ ഗൈസ്. ഇപ്പോൾ വരാം. അപ്പോൾ ഓക്കെ ഗൈസ്, അപ്പം നമ്മൾ കോടായി കൂട്ടി കഴിഞ്ഞു. അപ്പോൾ എത്ര ഒരു സ്റ്റാക്കും പിന്നെ ഇത് രണ്ടും കൂട്ടിയാൽ ഒരു 22-21 ഉണ്ടാവും. നമുക്കിപ്പോൾ അതൊന്നും വിഷയമൊന്നുമില്ല. നമ്മൾ പിന്നെ ഗൈസ് ഒരു കാര്യം ഞാൻ ഇവിടെ ചെയ്യാം, ഇത് വിട്ടുപോയി, ഒരു മിനിറ്റ്. ഓക്കെ ഗൈസ്, സെറ്റായിട്ടുണ്ട്. എന്താണെന്ന് വെച്ചാൽ നമ്മൾ എത്ര ദിവസം കട തുറങ്ങി എത്ര ദൂരത്തേക്ക് പോകണമെന്ന് അറിയാൻ വേണ്ടി ഒരു മേള് കാണല്ലേ, അത് ഓണാക്കാൻ വേണ്ടിയാണ് പോയതാണ്. അത് ഓണാക്കാൻ വിട്ടുപോയി ഞാൻ. ഇനി നമുക്ക് ഈ ഇപ്പോൾ കുറച്ചുകൂടി മുന്നേ പോയിരുന്നുണ്ടെങ്കിൽ നേരെ ആ ഒരു കേവ് പൂഞ്ഞടിയുണ്ട്. പോട്ടെ, നമുക്ക് ഇപ്പോൾ അതല്ല, നമുക്ക് അപ്പുറത്തെ ഭാഗത്ത് വലിയ വില്ലേജോ കാര്യങ്ങളെന്തോ നോക്കാം. ഇതേമാതിരത്തെ വില്ലേജല്ല, ഓരോ വില്ലേജൊക്കെ ഓരോ മൂലക്കേനും. ഒന്ന് ആ ഒരു ഭാഗത്ത്, ഒന്ന് അടിയിൽ, പിന്നെ ഈ ഒരു അടിയിൽ, പിന്നെ ആ ഒരു കുറച്ച് മേലുള്ളത്. ഇത് ഓരോ വില്ലേജ് ഓരോ ഭാഗത്താണ്. നമുക്കെന്താ വേണ്ടതെന്ന് വെച്ചാൽ ഒരു പരന്ന സ്ഥലത്ത്, അധികം പരന്നൊന്നും വേണ്ട, അങ്ങനത്തെ ഒരു സ്ഥലത്ത് നമുക്ക് ഒരു വില്ലേജ്. അതാകുമ്പോൾ നേരെ ആകുമ്പോൾ
നമുക്ക് എന്താ അങ്ങോട്ടോട്ട് വണ്ടി പോയാൽ നമുക്ക് പെരേക്ക് പോകണമെന്നുണ്ടെങ്കിൽ മലയിൽ നിന്നൊക്കെ ഇറങ്ങി കുന്നുന്നൊക്കെ ഇറങ്ങി കയറ്റുന്ന കയറി കയറ്റുന്ന ഇറങ്ങി വേണ്ട അങ്ങനെയാണ് നമുക്കൊന്ന് പെരേക്ക് എത്താൻ. അപ്പം ഇതിലാലും വെച്ച് നമുക്ക് നല്ലൊരു വില്ലേജ് കണ്ടെത്താം. നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ ഇപ്പോൾ ആ വില്ലേജിലാണ്. അയണും കാര്യങ്ങളൊക്കെ വിഷയമില്ല. നമുക്ക് വില്ലേജിൽ കിട്ടുന്ന വരെ പോയൊക്കെ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് തിരിച്ചു പോവാം. കുയില്ല. ഇങ്ങനെ നോക്കിയിട്ടൊന്നും വേറെ വില്ലേജൊന്നും കാണാൻ പറ്റി. ചെറിയൊരു ഭാഗത്തൊക്കെ ചാടിയത് അപ്പോൾ ഞാൻ വിചാരിച്ച് നേരെ ഒരു കൊച്ചിക്ക് ഉള്ളിക്കടെ പോയി വിചാരിച്ച് കേവിൻ്റെ ഉള്ളിക്കടെ പോയി വിചാരിച്ചു. കേവിൻ്റെ ഉള്ളിലേക്കും പോകാൻ പറ്റില്ല ഇപ്പോൾ കേസ്. എന്താണെന്ന് വെച്ചാൽ ഈ ക്രീച്ചറിൻ്റെ അത് ഓണൊക്കെ ഉണ്ട്. നമ്മളിനി നേരെ ആ ക്രീച്ചറിൻ്റെ ഇതിലേക്ക് പോകും. ഏറ്റ് ഷെറ്റ് ഇനിയിപ്പോൾ ഈ മല കാണുന്നുണ്ടോ? അല്ലെങ്കിൽ മലൻ്റെ ഇപ്പറഭാഗം അവിടെ എന്തോന്ന് കാണുമായിട്ടുണ്ട്. ഇനി വില്ലേജാണോ വേറെ എന്തെങ്കിലാണോ എന്നറിയില്ല. നോക്കട്ടെ. ഞാൻ ഒരു വില്ലേജ് എന്തായാലും ഞാൻ പെട്ടെന്ന് അത് വരുന്ന ഒരു മഞ്ഞ കളർ വരുത്തുന്ന എന്തോ കണ്ടപ്പോൾ വില്ലേജിന് എന്തിൻ്റെ ഭാഗമായി വെച്ച് അതല്ല, അത് വേറെന്തോ സംഭവം. നമുക്ക് നേരെ തിരിച്ച് നമുക്കിപ്പോൾ കിട്ടിയ വില്ലേജിലേക്ക് തന്നെ പോവാം. അല്ലാതെ വേറെ വഴിയില്ല. വേറെ വില്ലേജിലേക്ക് എത്തണം എന്നുണ്ടെങ്കിൽ കുറേ വണ്ടി പായണം. ചിലപ്പോൾ ഇതിൻ്റെ അപ്പുറത്തോ അല്ലെങ്കിൽ ഈ നേരെ കാണുന്ന ഭാഗത്തോ ഉണ്ടാവും. ഇവിടെ നിന്നാണ് നോക്കിയിട്ടൊന്നും കാണുന്നില്ല. നമുക്ക് എന്ത് ചെയ്യാം, നേരെ നമുക്കിപ്പോൾ കിട്ടിയ വില്ലേജില്ലേ ആ ഒരു കിട്ടിയ വില്ലേജിലാണ് പോവാം. നമുക്ക് അതപ്പോൾ നല്ലത്. വഴി ഏറ്റവും ഇല്ലെന്ന് അറിയില്ല, നോക്കാം. വഴി തെറ്റാതെ നമുക്ക് നേരെ നമ്മുടെ വില്ലേജിൽ തന്നെ എത്തണമെങ്കിൽ അത് ആദ്യമായിട്ട് നമുക്ക് സമാധാനപ്പെടാം. കിട്ടിയിട്ട് സമാധാനപ്പെടാം, അല്ലാതെ വേറെ വഴിയില്ല ഗൈസ്. ഇനി വേറെ വില്ലേജ് തപ്പി പോകണമെന്നുണ്ടെങ്കിൽ ഇതാണ് തേടി കണ്ടുപിടിച്ചാൽ വയ്യ തെറ്റിയോ എന്ന് സംശയം. നമുക്ക് കുറച്ച് ഈ ഒരു ഭാഗത്ത് പോയി നോക്കാം. കുഴപ്പമില്ല, രക്ഷപ്പെട്ടു. ഈ ഒരു ഭാഗത്ത് എവിടെയെങ്കിലൊക്കെയാണോ? മറ്റേ മരം മുറിച്ച എന്തേലും പാവം മുളങ്ങനെ പൊങ്ങിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു ഭാഗത്ത് എവിടെ ആയിട്ടാണ് നമ്മൾ ഇവിടെ തന്നെ കിട്ടി. ഇങ്ങോട്ട് പോയാലും കൊക്കയാണല്ലോടി. അങ്ങോട്ട് പോകണം, ഇങ്ങോട്ട് നേരെ ഉണ്ട് നമ്മളെ വില്ലേജ് അവിടെ. ഓക്കെ സെറ്റ്. ഇങ്ങോട്ടും ഇല്ല നമുക്ക് നേരെ നമ്മളെ വില്ലേജിൽ പോയണ്ടേ കടന്നുറങ്ങാൻ പോവാം. Oh shit.
ചിലപ്പോൾ ഈ കേവിൻ്റെ ഉള്ളിലൊക്കെ ഉണ്ടാവാം ഒരു ക്രീച്ചർ. അവിടെ ആരുമില്ല. നമുക്ക് തോന്നിയത് അവിടെ ആരോ എൻ്റെ മാതിരി തോന്നി. നമുക്ക് നേരെ നമ്മളെ വില്ലേജിൽ പോവാം. നമുക്ക് ഈ ഒരു വില്ലേജിൽ താമസിച്ചാൻ്റെ വിദ്യകൾ വിദ്യയിൽ തൃപ്തി വേണം നമുക്ക്. ഈ ബെഡ് പിന്നെ തന്നെ നമുക്ക് ഈ ഒരു ബെഡ് തിരിച്ചു വെക്കാം. അതിലുള്ളിൽ കയറി കളിച്ചു വന്നിട്ട് റീസ്പോൺ സെറ്റാക്കി നമുക്ക് എത്താറും കുഴപ്പമൊന്നുമില്ല. റീസ്പോൺ അടിച്ചാൽ നമുക്ക് ഇങ്ങോട്ട് തന്നെ വരാം. ഇന്നിപ്പോഴും കഴിഞ്ഞില്ലേ സ്മെൽറ്റ് ആയിട്ട്. നമ്മളത് ഇപ്പോൾ 10 നൈറ്റ് നമ്മളത് കഴിഞ്ഞു. 10 നൈറ്റ് ഇതാക്കി സ്കിപ്പ് അടിച്ചു. 2-3 നമ്മൾ ഡെഡായും ചെയ്തു ആ ഒരു ക്രീച്ചർ കാരണം. പിന്നെ ബാക്കിയിലൊക്കെ നമ്മൾ കാണാൻ തുടങ്ങിയാണ്ടും ഓരോ കുഴീൻ്റെ ഉള്ളിൽ കുത്തിർന്നാണ്ടൊക്കെ നേരം വിളിപ്പിച്ചു നമ്മൾ. സത്തത് പെട്ടെന്ന് സ്മെൽറ്റ് ആവാത്ത. നമ്മൾ പിന്നെ എന്ത് ചെയ്യും? നൈറ്റ് ആകാൻ തുടങ്ങി. ഇങ്ങോട്ട് വരണ്ട. അടുത്ത് ജിഞ്ച കൊണ്ടാട് ഞാൻ ഉണ്ടാക്കിയ വിട്ടു കടന്നുറങ്ങാൻ പറ്റില്ലല്ലോ. കുറച്ചും കൂടി നൈറ്റ് ആവണം. ഇപ്പം നൈറ്റായി. അധികം നൈറ്റ് ആയിട്ടില്ലെങ്കിലും ചെറിയ നൈറ്റായി. ഓക്കെ, നമ്മൾ കാണാൻ തുടങ്ങി നീച്ചു. ഗൈസ് നമുക്കിപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇനിയിപ്പോൾ എന്താ ചെയ്യുക അപ്പം ഒന്ന് ആലോചിച്ചാൽ. ഇപ്പോൾ അതിലൊന്ന് പുറത്തിറങ്ങിയില്ല കുറച്ച് മുന്നേ. നമുക്ക് എന്ത് ചെയ്യുക? പടം പൊട്ടിച്ചെടുക്കുക. നമ്മൾ കയറി വരട്ടെ. ഇങ്ങോട്ട് സൈലാക്കി വെച്ചിരുന്നു. അതിലൂടെ പോയി. ഇനി അതിനുള്ളിൽ നിന്ന് പുറത്തിറങ്ങി പറ്റുന്നു. കയറി വരുമോ? ഇത്തനക്ക് കയറി വരാൻ മടിയായിട്ട് മര്യാദക്ക് കയറി വേണം. അവൻ്റെ പേക്കില്ല നോക്കിയ ക്രീച്ചറല്ല ക്രീപ്പറിൻ്റെ ഇത് മോമാരി കേട്ടോ. ഹലോ ഹായ്, ഒരു ടാറ്റ കൊടുക്കുക. ടാറ്റാ. അയങ്കോളം എവിടെ? വെള്ളത്തിലടിച്ചാനല്ലേ? വെള്ളത്തിലടി കൂടെ പോകണ്ടീന്. വെള്ളത്തിലടിയിൽ നിന്ന് പുറത്തിറങ്ങിയൊന്നും അതിലൊന്നും അറിയില്ല. താഴെ നമ്മളെ അയങ്കോളം അവിടെ ഉണ്ട്. വെള്ളത്തിലടിയിൽ ഫൈറ്റാണ്. എന്താ ഇവിടെ ഭയങ്കര വൈറ്റ്. ഫൈറ്റ് ചെയ്യാനല്ലേ? ഇങ്ങോട്ട് നമുക്ക് വേഗം ഇങ്ങോട്ട് കൊന്താ.
നമ്മൾ അതിൻ്റെ ഡാമേജ് ഒക്കെ ശരിയാക്കി കൊടുത്തു. ഇനി അവിടെ വള്ളത്തിൽ നിന്നാണ് ഫൈറ്റ് ചെയ്യട്ടെ. അപ്പോൾ കേസ് നമുക്ക് നെക്സ്റ്റ് എന്നോട് ആരഞ്ച് വൈറ്റിൻ്റെ ഉള്ളിൽ കയറാൻ പറഞ്ഞു. എന്നോട് ആരഞ്ച് പേരിനുള്ളിൽ കയറാൻ പറഞ്ഞു. പുറത്തിറങ്ങണേ, എൻ്റെ സാധനമാണെന്നുണ്ടെങ്കിൽ ഞാൻ പുറത്ത് വെച്ചുതരാം. എവിടെയും പോയോ? എവിടെ പോയി? ഇതിനുള്ളിലേക്ക് എന്തെങ്കിലുണ്ടോ? തിന്നാനൊന്നുമല്ല. കുതിരൻ്റെ മുകളിലൊക്കെ അല്ലെ മറ്റേ ലേഡർ അങ്ങനെ ഉണ്ട്.